മക്കളെ, അപ്പോ വംശം എന്ന് പറയുന്ന കവിതയുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ നമ്മുടെ മലയാള സെക്കൻഡിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വംശം എന്ന് പറയുന്ന കവിത അല്ലെ. ആരാ എഴുതിയത്? വിജയലക്ഷ്മി ടീച്ചർ എഴുതിയിരിക്കുന്ന കവിതയാണ് ഉറുമ്പുകളെ കുറിച്ച് അല്ലെ. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഉറുമ്പുകളെ കുറിച്ച് അല്ലെ എന്താണ് പറയുന്ന അല്ലെ പാടിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മുടെ വംശം എന്ന് പറയുന്ന കവിത. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ആർജിക്കേണ്ട നൈപുണികളെ കുറിച്ച് പറയുന്നു. നമ്മള് അല്ലെ ഉറുമ്പുകളെ മാതൃകയാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. ഉറുമ്പുകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു അല്ലെ. അങ്ങനെ അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കവിതാഭാഗമാണ് ഏത് കവിതാഭാഗം? വംശം എന്ന് പറയുന്ന കവിത. ഉറുമ്പുകളുടെ വംശത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ ചോദ്യമാണടാ ഏത്? പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവോൽ കൊമ്പിലെടുത്തുയർത്തി ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി. ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലെ. ഇതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഷോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷുഗർ ക്വസ്റ്റ്യൻ ആണ് ഏത്? ആസ്വാദനക്കുറിപ്പ്, വംശത്തിന്റെ ആസ്വാദനക്കുറിപ്പ്. അപ്പൊ നോക്കൂ നിങ്ങള്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ ആകർഷകമായിട്ടുള്ള ഒരു ആമുഖം വേണം. അപ്പൊ നമ്മള് ആമുഖത്തിൽ എന്തൊക്കെ കാര്യം? ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. നമ്മളൊരു വിഷയത്തെ നമ്മളുടെ അല്ലെ കവിതയെ പരിചയപ്പെടുത്തുകയാണ് ആസ്വാദനക്കുറിപ്പിലൂടെ. അപ്പൊ എന്ത് ചെയ്യണം? ആ കവിതയെ കുറിച്ചുള്ള ആരെഴുതി, എഴുത്തിന്റെ പ്രത്യേകത എന്താണ്, കവിതയുടെ പ്രത്യേകത, അതൊക്കെ ഈ ആമുഖത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് ആശയ അവതരണമാണ്. എൻ്റയർ കവിതയുടെ ആശയം എല്ലാ ലൈൻസിന്റെയും 1 by 1 ആയിട്ട് എഴുതണം എന്നല്ല, മൊത്തത്തിൽ കവിത എന്തായാലും. അതിപ്പോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കവിതയാണ് ആസ്വാദനക്കുറിപ്പ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക പരീക്ഷയ്ക്ക്, ഇതല്ലാന്ന് വിചാരിക്കുക. അപ്പൊ ഏത് കവിതയാണെങ്കിലും അതിന്റെ മൊത്തത്തിലുള്ള ആശയം എന്താണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കവിതയാണെങ്കിൽ എന്താണ് ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ആശയം എന്ത് ചെയ്യണം? നമ്മളൊരു പാരഗ്രാഫിൽ നമ്മൾ എഴുതണം. പിന്നെ വരികളുടെ ആശയം, ഓരോ വരികളും ചിലപ്പോൾ വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വരി ഉണ്ടല്ലോ, അപ്പൊ ഓൾറെഡി ഇവിടെ വരി തന്നു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വരികൾ ഓർമ്മയില്ലെങ്കിൽ അത് തന്നെ എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ആശയമൊക്കെ ഒന്ന് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ വരികളിൽ പറഞ്ഞിരിക്കുന്ന ആശയം സൂചിപ്പിക്കാം. പിന്നെ വാങ്മയ ചിത്രങ്ങൾ. വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാല് വാക്കുകൾ കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയുക കേട്ടോ. അപ്പൊ അതായത് വാക്കുകൾ കൊണ്ട് കവി നിർമ്മിച്ച്, ഇപ്പൊ കൊമ്പുകളിലെ തേങ്ങാത്തരി എന്ത് ചെയ്യാണ്, പൂവോൽ കൊമ്പുകളിൽ എടുത്തുയർത്തി എന്ന് പറയുന്ന വരികൾ അല്ലെ, അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ എന്താണ്, 6 കാലും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നൃത്തം കളിക്കുന്നത് പോലെ അല്ലെ, ഇങ്ങനെ ആടിപ്പാടി പോകുന്ന ഉറുമ്പിനെ കവയിത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരികൾ കൊണ്ട് വരച്ചു വെച്ച ചിത്രം പോലെയുള്ളതിനെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാ. അതുപോലെ പ്രയോഗഭംഗി, ഒരുപാട് പ്രയോഗഭംഗി കവിതയിൽ വരുന്നുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങൾ, അതായത് നമുക്ക് ഈ കവിതയെ കുറിച്ചുള്ള അഭിപ്രായം, നമ്മൾ അതിനെ മാതൃകയാക്കേണ്ട പ്രത്യേകതകളെ, പ്രാധാന്യത്തെക്കുറിച്ച്, കാലിക പ്രസക്തി, പുതിയ കാലത്ത് സൗഹൃദ ബന്ധത്തെ കുറിച്ച്, അതേപോലെ എന്താണ് കൂട്ടായ്മയെ കുറിച്ച്, പരസ്പരമുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ച് അല്ലെ, പിന്നെ ജോലി ചെയ്യേണ്ട മടിയില്ലാതെ അല്ലെ ജോലി ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതൊക്കെ എന്ത് ചെയ്യണോ നമ്മൾ ഇവിടെ നമ്മുടെ കാലിക പ്രസക്തിയിൽ നമുക്ക് എഴുതാം. അതേപോലെ ഉപസംഹാരം, ലാസ്റ്റ് പാരഗ്രാഫ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കവിതയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ കൺക്ലൂഷനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ വംശം എന്ന് പറയുന്ന കവിതയുടെ പ്രമേയം വേണം, അതിന്റെ രചനാപരമായ പ്രത്യേകതകൾ വേണം, പദങ്ങൾ, പ്രയോഗങ്ങൾ, സവിശേഷതയുള്ള വരികൾ, അത് കവിതയിൽ ചോദ്യത്തിൽ തരുന്നുണ്ടെങ്കിൽ അത് തന്നെ എഴുതാം. പിന്നെ സ്ത്രീ ജീവിത ചിത്രങ്ങൾ അല്ലെ, അവൾ എന്നാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് കവയിത്രി ഉറുമ്പിനെ കുറിച്ച് പറയുന്നത് അല്ലെ. അതുപോലെ തൊഴിലാളി ജീവിതം അല്ലെ, അപ്പൊ സ്ത്രീകളുടെ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന ആളുകളുടെ ഒരു അല്ലെ സൂചന കൂടെയാണ് ഉറുമ്പിലൂടെ കിട്ടുന്നത്. പിന്നെ ഉറുമ്പ് നൽകുന്ന നൈപുണികൾ അല്ലെ, ഒരുപാട് നൈപുണികൾ ഉറുമ്പ് നമുക്ക് പറഞ്ഞു തരുന്നു. പിന്നെ അതിന്റെ സാമൂഹ്യ പ്രസക്തി, സമകാലിക പ്രസക്തി, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കിനാണ് ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക. നമുക്ക് 6 മാർക്കും നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ഈ പാഠമൊക്കെ കൃത്യമായിട്ട് പഠിക്കണ്ടേ നമുക്ക്. ഈ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനും കൂടെ സാധിക്കണ്ടേ. അപ്പൊ കവിത അല്ലെ അറിയില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരും അല്ലെ. കവിതയുടെ എല്ലാ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ആശയങ്ങളും നമ്മൾ മാരത്തോൺ ലൈവിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾ എന്തുമാത്രം ചെയ്യണം, സമയത്തെത്തുക, ഉച്ചയ്ക്ക് വന്നാൽ പോരാ, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമുക്ക് ഉറപ്പിക്കണം അല്ലേ. നല്ല ഫുൾ മാർക്ക് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പഠിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മാരത്തോണുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറായി അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.